മലയാളി പ്രേക്ഷകരെല്ലാവരും കഴിഞ്ഞ 2 ദിവസമായി തന്നെ നോക്കുന്നത് ഇപ്പോൾ കാവ്യ മാധവൻ എന്ന നടിയെക്കുറിച്ച് തന്നെയാണ്. കാവ്യയുടെ എല്ലാമായിരുന്ന പിതാവിൻ്റെ മരണം തന്നെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന അക്ഷരാർത്ഥത്തിൽ പറയാം. എന്നാൽ ഇപ്പോഴും കാവ്യയുടെ അച്ഛൻ ആഗ്രഹിച്ചു മേടിച്ച വെണ്ണലയിലെ വീട്ടിൽ നിലവിളിയും കരച്ചിലും മാത്രമാണ് നിൽക്കുന്നത്. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. സാധാരണ അത്തരത്തിൽ നിലവിളികളൊന്നും കേൾക്കാത്തതാണ്. മാധ്യമങ്ങൾ എന്ത് കരുതും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതും എന്നൊക്കെ കരുതി എല്ലാവരും മിണ്ടാതിരിക്കാറാണ് പതിവ്. എന്നാൽ അതൊന്നും ഇന്നലെ ആ വീട്ടിൽ കണ്ടില്ല. കാരണം അവരുടെ അച്ഛൻ്റെ മരണം അത്രമേൽ അവരെ ഞെട്ടിച്ചിരുന്നു എന്നത് തന്നെയാണ് സത്യം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അത് നന്നായി മനസ്സിലാകും. കാരണം വളരെയധികം ആരോഗ്യവാനായിരുന്ന മനുഷ്യനാണ്. ചെന്നൈയിലും കൊച്ചിയിലും നീലേശ്വരത്തൊക്കെയായി മാറി മാറി താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മക്കളെയും ചെറുമക്കളെയും ഒക്കെ മാറി മാറി കാണാൻ വിദേശത്തും അവിടെയും ഇവിടെയും ഒക്കെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് തന്നെ പെട്ടെന്ന് ഇങ്ങനൊരു മരണം സംഭവിക്കുമ്പോൾ എല്ലാവർക്കും അതൊരു ഞെട്ടലായി മാറുകയാണ് എന്ന് പറയാം. എല്ലാവരും ആ ഞെട്ടൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. ആരോഗ്യത്തോടെ ഇരുന്നൊരു മനുഷ്യൻ എങ്ങനെ മരിക്കാൻ സാധിക്കും? ഇതായിരുന്നു എല്ലാവരുടെയും ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഞെട്ടൽ പറയുന്നത്. ഇപ്പോഴും ആ വീട്ടിൽ നിന്ന് കരച്ചിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സങ്കടം പോലും. പ്രേക്ഷകർക്ക് ഇപ്പോഴും കാവ്യയുടെ ആ വീട്ടിൽ നിന്ന് കരച്ചിൽ കേൾക്കാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ വിഷമം മനസ്സിലാകുന്നുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുന്നു. കാവ്യയുടെ കരച്ചിൽ തന്നെയാണ് സഹിക്കാൻ പറ്റാത്തത്. ശരിക്കും പറഞ്ഞാൽ കാവ്യയുടെ ജീവിതത്തിൽ എല്ലാം താങ്ങായി നിന്നത് അച്ഛൻ തന്നെയായിരുന്നു. ആദ്യ ബന്ധം വേർപിരിഞ്ഞപ്പോഴും പ്രശ്നങ്ങളായപ്പോഴും അച്ഛൻ തന്നെയാണ് കാവ്യയ്ക്ക് താങ്ങായി നിന്നത്. ഇപ്പോഴും കാവ്യയെ കരുതി തന്നെയാണ് അച്ഛൻ ചെന്നൈയിലേക്ക് പോയത്. നീലേശ്വരത്തുള്ള എല്ലാം വിറ്റുപിറക്കി കൊച്ചിയിലേക്ക് മകളുടെ അടുത്തേക്ക് വന്നതും അച്ഛൻ അതുകൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും നല്ലൊരു അച്ഛനെന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട്. എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കാവ്യയുടെയൊക്കെ പ്രതികരണവും അങ്ങനെയാണ്. കാരണം കാവ്യ വളരെയധികം തന്നെ ആരോഗ്യവാനാണ് അച്ഛനെന്ന് ഈ ഇടയ്ക്ക് കൂടിയും സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു എന്നാണ് പ്രതികരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിനെ ആകെ ഉലച്ച ഒരു മരണം തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയണം. പ്രേക്ഷകരെല്ലാവരും തന്നെ അത്രമാത്രം ഇപ്പോൾ കാവ്യയുടെ അച്ഛനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. കാവ്യ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടായിരിക്കാം. കാവ്യയോട് പലർക്കും എതിർപ്പുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ സിനിമയ്ക്കകത്തും പുറത്തും തന്നെ മാധവനെ സ്നേഹിച്ച ഒരുപാട് പേരുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉള്ളടക്കം എന്ന് കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാവ്യയുടെ അച്ഛൻ്റെ ഈ മരണ വാർത്ത എല്ലാവരും ഞെട്ടിക്കുന്നത്. സിനിമാ ലോകത്ത് നിന്ന് പോലും പലരും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലും കാവ്യയുടെ മുഖമോ ദിലീപിൻ്റെ മുഖമോ ഓർത്തല്ല, പകരം മാധവൻ്റെ മുഖം ഓർത്ത് മാത്രമാണെന്ന് പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.